ചെന്താമരയുടെ അയൽവാസിയായ ശ്രീമതി പുഷ്പ ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീമതി പുഷ്പ, ഈ പോലീസ് കസ്റ്റഡിയിൽ ഈ വിചാരണയ്ക്ക് ശേഷം ഇരിക്കുമ്പോഴാണ് ചെന്താമരയുടെ ഇപ്പോഴത്തെ ഭീഷണി, അത് കേട്ടിരുന്നോ? കേട്ടിരുന്നു. ഈ ആദ്യമൊരു സംഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള ഭീഷണിയൊക്കെ ചെന്താമരയുടെ ഭാഗത്തുനിന്ന് അന്നും ഉണ്ടായിരുന്നുവല്ലോ അല്ലേ? അന്നും ഉണ്ടായിരുന്നു സാറേ. ഞാൻ പറഞ്ഞില്ല വെളിയിൽ. പിന്നെ കൂട്ടുകാരിയൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു അയാളൊന്നും ചെയ്യണില്ലല്ലോ, വീട്ടിനുള്ളിൽ തന്നെയല്ലേ മിണ്ടാതിരിക്കുന്നത്, അതുകൊണ്ട് നീ എവിടെ ഒന്നും പറയാനോ ചെയ്യാനോ പോണ്ടാ പറഞ്ഞു. അപ്പോഴാണ് മിണ്ടാതിരുന്നത്. അത് കഴിഞ്ഞ് സൈറ്റേച്ചിനെ കൊന്ന ശേഷം എനിക്ക് നല്ല പേടിയായിരുന്നു. അയാളെ എപ്പോഴും എന്നെ കണ്ടു അന്ന് 2 മാസം ഇരുന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ വെളിയിൽ പോവുക, തുണി മറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ചിലപ്പോ ഗ്ലാസ്സിൽ കൂടെ അങ്ങനെ ശ്രദ്ധിക്കുക, ഞാൻ പോണത് വരണതൊക്കെ. അങ്ങനെ എല്ലാം അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞപ്പോഴോ ആൾക്കാരൊക്കെ പറഞ്ഞു അയാളും നീ ഒന്നും ചെയ്യില്ല, നീ മിണ്ടാതിരിക്കുന്നൊക്കെ. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഇതാകാതെ എനിക്ക് ഭയങ്കര പേടി തോന്നിയിട്ടാണ് ഞാൻ 4 പ്രാവശ്യം കംപ്ലൈന്റും കൊണ്ട് പോലീസിന്റെ അടുത്തേക്ക് പോയത്. എന്നിട്ട് പോലീസിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് 4 പ്രാവശ്യം കൊടുത്ത് അവര് ഒരു പ്രതികരണവും എന്നിൽ നിന്ന് എടുത്തില്ല. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാകുന്നുണ്ട്. അന്ന് ഞാൻ തിങ്കളാഴ്ച അവിടെ ഉണ്ടെങ്കിൽ അയാൾ കൊന്നിട്ട് പറഞ്ഞല്ലോ, പുഷ്പനെയും സുധാകരനെയാണ് ഞാൻ കൊല്ലണം പറഞ്ഞിട്ടിരുന്നത് അന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെയും ഭീഷണിയും വിളിക്കുക, എന്നെ വിട്ടാൽ ഞാൻ അവളെയും കൂടി കൊന്നാൽ എനിക്ക് തൃപ്തി വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ ഭാര്യ വിചാരണയ്ക്കിടയിൽ എതിരായി മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഭാര്യയെ കൂടി താൻ ഇല്ലാതാക്കുമെന്ന നിലയ്ക്കാണ് ചെന്താമര പറയുന്നുണ്ട്. ഇപ്പൊ മൊഴി പറയാൻ വരണത് എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ടാണ്. ഏട്ടൻ വന്നു, ഞാൻ വന്നു, എല്ലാവർക്കും ഭയങ്കര ഇതാണ്. എന്തെങ്കിലും അയാൾ ചെയ്യണത് അയാൾ തെറ്റാണെന്ന് മനസ്സിലാക്കണില്ല. ഞങ്ങൾ പറയണവര് ഇപ്പൊ സുധാകരൻ പറയണ ആള് അങ്ങനെ പറഞ്ഞിട്ട് എന്റെ ഭാര്യനെ എന്തിനു കൊന്നു, എന്റെ ഭാര്യ എന്ത് ചെയ്തു, ശരി നീ എന്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നില്ലേ, നീ എങ്ങനെ ഇവിടെ വന്നിരിക്കാ പറഞ്ഞ അയാൾ കഴിച്ചപ്പോ ഒന്ന് വന്ന് പറഞ്ഞതിനാണ് ഇപ്പൊ ആ ഭാര്യന് അമ്മനെയും പിന്നെ അതിന്റെ സുധാകരേട്ടനെയും കൊന്നത്. അയാൾ ഭാര്യ നഷ്ടപ്പെട്ട അയാൾ പറയാതിരിക്കോ സാറേ? ആര് പറഞ്ഞു? നമ്മളാണെങ്കിൽ പറയാതിരിക്കോ? അയാൾ ആ പറഞ്ഞതിനാണ് അവൻ എന്നെ പിറുപിറു പറഞ്ഞു, എന്നെ ഇവിടെയുള്ളവർ പിറുപിറു പറഞ്ഞാൽ ഞാൻ ശരിയാക്കും എല്ലാറ്റിനെയും പറയുക. നമ്മൾ ഇയാൾ പറയണതിനൊന്നും പ്രതികരണം ഇല്ലാതിരിക്കോ? മനുഷ്യന്മാർ ഈ മാതിരി ചെയ്തിട്ട് പോയാ പറയാ ഞങ്ങൾ ആരാണെങ്കിലും ഒരു പ്രതികരിക്കാതിരിക്കുവോ? നമുക്ക് ഇപ്പൊ എന്താ പറയുക, നാട്ടിൽ ഞങ്ങൾക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ള ഒരു അക്രമം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കാതെ ഇയാൾ പറയാതിരിക്കും? അങ്ങനെ പ്രതികരിച്ചതിനുള്ളത് ഞാൻ ഒരു പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇവിടെ കൊല്ലും, ഞാൻ കൊല്ലും. അവിടെ പറഞ്ഞ ബോയന്മാരിന് ഒരെണ്ണത്തിന് ഞാൻ വെളിയിലിറങ്ങിയാ വിടില്ല എന്ന്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ആൾക്കാർ പറയണു ഈ ഒരാളായ കാരണമല്ലേ ഇപ്പൊ ഇയാൾ ഇങ്ങനെ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെ പേടിയില്ലാതിരിക്കും? അടുത്ത വീടല്ലേ, അയൽവാസിയല്ലേ, ഇങ്ങനെ പേടിക്കാതിരിക്കും പറയും നിങ്ങള്? എനിക്ക് നല്ല പേടിയുണ്ട്. അവിടെയുള്ളവർക്ക് ഒരാൾക്കും അങ്ങനെയുള്ളൊരു പേടിയൊന്നും ഇല്ല, ഇയാളൊന്നും ചെയ്യും. എനിക്ക് നല്ല പേടിയുണ്ട്.